മൈലാഞ്ചി. പെണ്ണിന് മൈലാഞ്ചി ഇട്ട് കൊടുക്കലും അതിങ്ങനെ എല്ലാത്തിലും ഓരോരുത്തരും മൈലാഞ്ചി ഒന്നിങ്ങനെ തൊട്ട് കൊടുക്കുന്നു, ഓരോരുത്തരും ഇങ്ങനെ കാണിക്കുന്നു, അതിങ്ങനെ ക്യാമറക്ക് പോസ്റ്റ് ചെയ്യുന്നു, പെണ്ണിങ്ങനെ ഇരിക്കുന്നു. ആ രൂപത്തിലെ അലങ്കാര വസ്തുവായിട്ട് ഓരോരുത്തരും വന്ന് സെൽഫി എടുക്കുന്നു. എല്ലാവരും അടുത്തടുത്ത് ഇങ്ങനെ വന്നിങ്ങനെ ഇരുന്ന് എല്ലാവരും മൂത്താപ്പ വന്നില്ലേ, ഇളയമ്മ വന്നില്ലേ, മൂത്തുമ്മ വന്നില്ലേ, എല്ലാവരും വന്നവൾക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. അത് മൈലാഞ്ചി കല്യാണം. അന്നത്തെ ദിവസം ആ വീടുകളിൽ നടക്കാത്ത വൃത്തികേടുകളില്ല. സർവതന്ത്ര സ്വാതന്ത്ര്യം. ഡാൻസ് ഉണ്ട്, പാട്ടുകളുണ്ട്, അലങ്കാരങ്ങളുണ്ട്. ഉള്ളയിടത്തെ കാര്യമായി പറയുന്നത്. ഡാൻസുകളുണ്ട്, നൃത്തങ്ങളുണ്ട്. അവിടെ ആണിനും പെണ്ണിനും ഇരിക്കാൻ വെവ്വേറെ ഇരിപ്പിടങ്ങളൊന്നുമില്ല. എല്ലാവരും ഒരുമിച്ച് കൂടിയിരിക്കുക. വളരെ സൗഹാർദ്ദത്തിലാണ്. പേരിനെന്താണ്, എളാപ്പാടെ മകനാണ്, ഏട്ടന്റെ മകനാണ്, അമ്മായിയുടെ മോനാണ്, ഒക്കെ എല്ലാവരും ധാരണ. അന്ന് കല്യാണത്തിന്റെ തലേ ദിവസം ഒക്കെ മെഹറമാണ്. എല്ലാവരും ധാരണ ഒക്കെ ആങ്ങളെയും പെങ്ങളുമാണെന്ന്. കൈ കൊടുക്കുന്നു, കെട്ടിപ്പിടിക്കുന്നു, അടുത്തിരിക്കുന്നു, ഒന്നും ഒരു വിഷയമല്ല. അന്യാണും പെണ്ണും തമ്മിൽ പാലിക്കേണ്ടുന്ന അകലങ്ങളോ ഇസ്ലാമികമായ മര്യാദകളോ ഒരിക്കലും പാലിക്കാതെ എല്ലാവരും ബന്ധുക്കളാണ്. എന്റെ ആന്റിയാണ്, എന്റെ അങ്കിളാണ്, എന്റെ കസിനാണ്, എന്റെ കസിൻ ബ്രദറാണ്, കസിൻ സിസ്റ്ററാന്നൊക്കെ ഓരോ പേരിങ്ങോട്ട് പറഞ്ഞിട്ട് എല്ലാവരും അവിടെ ആങ്ങളെയും പെങ്ങളുമാണ്. മദ്യത്തിന്റെ കുപ്പി പൊട്ടിക്കുന്ന രാത്രി, ചെറുപ്പക്കാരഴിഞ്ഞാടുന്ന രാത്രി, വ്യഭിചാരത്തിന് തുടക്കം കുറിക്കുന്ന രാത്രി, മോശപ്പെട്ട എല്ലാ സ്വഭാവങ്ങളുടെയും കൂത്തരങ്ങായി മാറുന്ന രാത്രി, ഇത് നടമാടുന്ന സ്ഥലങ്ങളിൽ ഇവ എത്രയും നടമാടിക്കൊണ്ടിരിക്കുന്നു എന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളാരും കണ്ടിട്ടില്ല. അനുഭവസ്ഥരോട് നേരിട്ട് അന്വേഷിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിലും ആ വസ്തുതകൾ നമ്മൾ മനസ്സിലാക്കിയിട്ട് നമ്മളിത് അറിയണം സുഹൃത്തുക്കളെ. തീർന്നില്ല. അവിടുന്ന് അങ്ങോട്ട് പോയാൽ പിന്നെയും ഓരോ രൂപത്തിലുള്ള വൃത്തികേടുകൾ, പാട്ടും ഡാൻസും. അത് പിന്നെ പറയണ്ട, അതൊക്കെ എല്ലാവരും നടക്കുവോ? അതിങ്ങനെ മ്യൂസിക് വെച്ച് അതിനനുസരിച്ച് ആണും പെണ്ണും പന്തലിൽ നിന്ന് തുള്ളി ഡാൻസ് ആടി, അതുപോലെ തന്നെ എന്തൊക്കെ ചെയ്യാൻ കഴിയോ അതൊക്കെ വിവാഹത്തിന്റെ അള്ളാഹു നൽകിയ വലിയ നിഅമത്താ. അള്ളാഹു നൽകിയാണ് ഒരു സ്ത്രീക്കൊരു പുരുഷനെ കിട്ടുക, ഒരു പുരുഷനൊരു സ്ത്രീയെ കിട്ടുക. അള്ളാഹു കനിഞ്ഞരുളിയ നിഅമത്തിന് മുസ്ലിം സമുദായം ശുക്ർ പ്രകടിപ്പിക്കുന്ന മേഖലയാ പോയി പറയുന്നത്. എല്ലാ അഴിഞ്ഞാട്ടങ്ങളും എല്ലാ വൃത്തികേടുകളും അതിന് തുറന്ന അനുവാദം നൽകുന്ന കാരണവന്മാർ, എല്ലാം കയ്യും കെട്ടി നോക്കി നിൽക്കുന്ന രക്ഷിതാക്കൾ, കുട്ടികളൊരു എന്തല്ലേ കുട്ടികളൊരു കാര്യേ. ആരെ കാരണവര് പറയണേ? നാണുണ്ടോ ഈ കാരണവർക്ക്? അത് പറയുന്നത് എന്തല്ലേ ഇപ്പോഴത്തെ മക്കളെ, നമ്മളൊക്കെ കല്യാണത്തിന്റെ അന്ന് എന്തായിരുന്നു പാപ്പ പണ്ടത്തെ കാര്യം ഇങ്ങനെ ഓർക്കുക. നിയന്ത്രിക്കാനാവില്ല ഈ കാക്കാക്കവിടെ.